ശാരീരിക വെല്ലുവിളിയെ മറികടന്ന് സംഗീത ലോകത്ത് വലിയ നേട്ടങ്ങളുമായി മുന്നേറുന്ന കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് പ്രചോദനമായ വ്യക്തിത്വം. അവരുടെ പാട്ടിനെ സ്നേഹിക്കാത്തവർ സൗത്ത് ഇന്ത്യയിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുകയും ലക്ഷങ്ങൾ ആരാധകരും ഗായകങ്ങളും തിരക്കെ എളിമയും നിഷ്കളങ്കയുമായ ഗായികയുടെ ജീവിതമാണത്. തമിഴിലും മലയാളത്തിലും പിന്നണി ഗായിക രംഗത്ത് സജീവമായി നിൽക്കുന്ന താരം സ്റ്റേജ് ഷോകളിലും സജീവം തന്നെയാണ്. 2018 വിജയലക്ഷ്മിയുടെ വിവാഹം. മിമിക്രി കലാകാരനായ അനൂപാണ് താരത്തെ വിവാഹം ചെയ്തത്. ഇന്റീരിയർ ഡിസൈൻ കോൺട്രാക്ടർ കൂടിയാണ് അനൂപിന്. രണ്ടുപേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതിൽ പരസ്പരം പിന്തുണ നൽകി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന പ്രതീക്ഷയോടെയാണ് വിജയലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചത്. ശേഷമുള്ള ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖകരമായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അവഗണനയും അനുഭവങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ശേഷം താരം വിവാഹമോചനം നേടി. ഇപ്പോൾ ഇതാ ദാമ്പത്യ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വൈക്കം വിജയലക്ഷ്മി. അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചുവെന്ന് ഗായിക പറഞ്ഞു. ചുള്ളിക്കാട് നുള്ളിക്കാട് തല്ലിക്കൊണ്ട് തള്ളയെ എന്നൊരു പഴഞ്ചൊല്ലി മലയാളത്തിലുണ്ട്. അതുപോലെ എന്നെയും പാട്ടിനെയും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയപ്പോഴേക്കും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം ചർച്ച ചെയ്തിരുന്നു. ഡൈവോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ കുടുംബജീവിതമാണ്, അല്പം അഡ്ജസ്റ്റ് വേണം എന്നൊക്കെ അവർ പറഞ്ഞു. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ടും ഒത്തുപോകാൻ കഴിയില്ലായിരുന്നു. എന്നാൽ നീ ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് മാതാപിതാക്കളും എന്നോട് പറഞ്ഞത്. സമൂഹം എന്ത് ചിന്തിക്കും, എന്തു പറയും എന്നൊന്നും ചിന്തിക്കേണ്ട, കാരണം ജീവിതം എൻ്റേതല്ലേ. മ്യൂസിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല, എന്തിനു തുനിയുമ്പോഴും വിലക്കും. അച്ഛൻ്റെയും അമ്മയുടെയും അടുപ്പിക്കില്ലായിരുന്നു, ഒഴിവാക്കാൻ പറയുമായിരുന്നു. അത് ഞാൻ അനുവദിച്ചില്ല. എൻ്റെ ഫെയിമിനോടുള്ള ഈഗോയാണെന്ന് തോന്നിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖകരമായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി തുടങ്ങിയത് എന്ത് ചെയ്താലും കുറ്റമായിരുന്നു. ഞാൻ പൂജാമുറിയിൽ കയറുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് പതിവായി. സമാധാനവും പോയി കിട്ടി. അയാൾ ദേഷ്യപ്പെടുമ്പോൾ സഹിച്ചിട്ട് ഞാനും തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ഓർമ്മ വരികയും വിഷമം തോന്നുകയും ചെയ്യാറുണ്ട്. നല്ല മനസ്സുള്ള പുരുഷൻ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണം. അല്ലാതെ ദേഷ്യമുള്ളതും ഒഴിവാക്കാനുമായി ഓവറായി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന വ്യക്തി പങ്കാളിയായി വരികയാണെങ്കിൽ അടിമയായി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നോ പറഞ്ഞ് ഗഡ്സ് കാണിക്കണം എന്നാണ് വിജയലക്ഷ്മി പറഞ്ഞത്. കാഴ്ചയില്ലാത്തത് ചിലപ്പോഴൊക്കെ എന്നെ വിഷമിപ്പിക്കാറുണ്ടെന്നും ഗായിക പറഞ്ഞു. കാഴ്ചയില്ലാത്തതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുള്ളത് കാഴ്ചയുള്ളതിൻ്റെ പേരിൽ ആളുകൾ എന്നെ മാറ്റി നിർത്തുകയോ എന്നോട് അഭിപ്രായം ചോദിക്കുകയോ ചെയ്യാതിരുന്നാലാണ്. കണ്ടില്ലെങ്കിലും തൊട്ടാൽ എനിക്ക് മനസ്സിലാകും. അത് ചെയ്യാതെ എന്നെ അവഗണിക്കാൻ സങ്കടം വരും. മാത്രവുമല്ല, അയാളുമായി എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട് എന്നും താരം തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് വൈക്കം വിജയലക്ഷ്മി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.